സാർ സാർ സമാനതകളില്ലാത്ത പ്രസംഗം തുടങ്ങി. സാർ സാർ എപ്പോഴും ഇവരിങ്ങനെ സാർ മറ്റുള്ളവരുടെ സമയം അപഹരിക്കും, എന്നിട്ട് സ്വന്തം സമയം പോകുമ്പോൾ ഭയങ്കര സമയമാണ്. സാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ വർഷകാലങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്നതിന് ഉതകുന്നതാണ് പുതിയ ബഡ്ജറ്റ്. അടിസ്ഥാന വികസന മേഖലകൾ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങി മറ്റെല്ലാ മേഖലയിലും കാര്യക്ഷമമായി ഒരു സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അനുഭവവേദ്യമാണ് സാർ. ഇന്നത്തെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുന്ന വാഹന നികുതി, ഗതാഗതം, വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും കുടുംബക്ഷേമം, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ നാളിതുവരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നതിന് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് സാർ. കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനവും മറ്റും കാരണം ആരോഗ്യരംഗത്ത് സംസ്ഥാനം നേരിടുന്ന സമാനതകളില്ലാത്ത വെല്ലുവിളികൾക്കിടയിലും കഴിഞ്ഞ 3 വർഷത്തിനിടെ പ്രവർത്തനം കാര്യക്ഷമതയ്ക്കും മികവിനുമുള്ള അംഗീകാരമായി ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പിന് ദേശീയ തലത്തിൽ കൈവന്നത് 25ഓളം ബഹുമതികളാണ്. കഴിഞ്ഞ 3 വർഷക്കാലവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരവും കേരളത്തിന് തന്നെയായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് സർ. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന് 1ാം സ്ഥാനം ലഭ്യമായിരിക്കുന്നു സർ. നീതി ആയോഗ് ആരോഗ്യ സുരക്ഷാ വികസന സൂചികയിൽ 3 വർഷമായി കേരളം 1ാം സ്ഥാനത്ത് തുടരുകയാണ് സർ. രാജ്യത്ത് മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് മാത്രമല്ല, ഈ നിരക്കുകൾ ഓരോ വർഷവും നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ട വിഷയമാണ് സർ. പാലിയേറ്റീവ് കെയർ രംഗത്ത് ലോകത്തിന് മാതൃകയാണ് സർ കേരളം. കേരളത്തിൻ്റേത് ഈ മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതും പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. കേരളം ആരോഗ്യരംഗത്ത് മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ എൻ്റെ മണ്ഡലത്തിലും ആരോഗ്യരംഗത്തും സാധ്യമാവുന്നു എന്നതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ് സാർ. എൻ്റെ മണ്ഡലത്തിൽ നമുക്ക് കോവിഡിന് ശേഷം ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ ഉദ്ഘാടനത്തിനായി ഞാൻ വളരെ വിനയപൂർവ്വം തന്നെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു സാർ. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ജില്ലാ ആശുപത്രി എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പോസ്റ്റ് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അടിയന്തരമായി തന്നെ ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു തരേണ്ട ഒരാവശ്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ ഞാൻ വളരെ സന്തോഷമുള്ള ചില വിഷയങ്ങൾ കൂടി പറയുകയാണ് സാർ. എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലൂടെ BPL വിഭാഗത്തിന് പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നു. അത് ഏറ്റവും വിജയകരമായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ അറിയിക്കുകയാണ് സാർ. ഒപ്പം തന്നെ ഓക്സിജൻ പ്ലാന്റ് നമുക്കറിയാം, കോവിഡ് വ്യാപനത്തിൻ്റെ സമയത്ത് ഓക്സിജൻ ലഭിക്കാതെ ഡൽഹിയിലും മറ്റുമുള്ള രോഗികൾ പിടഞ്ഞു മരിക്കുന്ന സമയത്തും സാർ എനിക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന നിമിഷമാണ് എൻ്റെ ആശുപത്രിയിൽ 500ഓളം ബെഡുകൾക്ക് എൻ്റെ ആശുപത്രിയിലെ MLA അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരുന്ന ഓക്സിജനിലൂടെ ഞങ്ങളുടെ കോവിഡ് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നുള്ളത് കേരളത്തിൻ്റെ തന്നെ ആ മേഖലയിൽ കേരളം എടുത്ത ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇപ്പോഴും ഞങ്ങളുടെ ആശുപത്രിക്കുള്ള മുഴുവൻ ഓക്സിജനും ആ ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് മറ്റുള്ള താലൂക്ക് ആശുപത്രികൾക്ക് കൂടി അല്ലെങ്കിൽ മറ്റ് ആശുപത്രികൾ കൂടി അത് ഒരു മാതൃകയാക്കി മാറ്റണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സാർ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് കിഫ്ബി വഴി നമുക്ക് ലഭ്യമാക്കിയ 85 കോടി രൂപ മുതൽ മുടക്കിയുള്ള പുതിയ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം ഏതാണ്ട് 85% പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. 6 മാസക്കാലം കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ റിവ്യൂ മീറ്റിങ്ങുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രിയും ഒപ്പം തന്നെ അതിൻ്റെ SPV ആയിട്ട് ഹൗസിംഗ് ബോർഡാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയും കൂടി അതിൻ്റെ ബാക്കിയുള്ള നാളുകളിലെ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് 6 മാസക്കാലം കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താനുള്ള ഒരു സജ്ജീകരണം ചെയ്തു തരണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ആധുനിക ലാബ്, എക്സ്റേ യൂണിറ്റ്, ഓപ്പറേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അവിടെ സ്ഥാപിച്ച മാമോഗ്രാം തുടങ്ങിയവയൊക്കെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്, ഈ 2 ഗവൺമെൻറ് കാലത്തായി
വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഒരു മുഖമാണ് സാർ. ഇത് തന്നെയാണ് സാർ കേരളത്തിലാകെ തന്നെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഉദാഹരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. സാർ, ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ വൈക്കംകാരുടെ ഏറ്റവും വലിയ ഒരു ആശങ്കയും ഒരു ആവശ്യവുമാണ് സാർ. നിലവിലെ ഒരു നിയമപ്രകാരം അത് അസാധ്യമാണ് എന്ന് പല പ്രാവശ്യം മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണം. ഒരു കാർഡിയോളജി സംവിധാനം ഞങ്ങൾക്ക് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഇല്ലാത്തത് മൂലം നിരവധിയായിട്ടുള്ള മരണങ്ങൾ നമുക്ക് അവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രി, കാർഡിയോളജി സംവിധാനമുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രി നിലവിൽ അതിൻ്റെ വൈക്കം മണ്ഡലത്തിലോ സമീപ പ്രദേശങ്ങളിലോ ഇല്ല. കോട്ടയം മെഡിക്കൽ കോളേജിനെ മാത്രമാണ് സാർ ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളൊരു കാര്യമാണ്, കോവിഡാനന്തരം ഒരു 35 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിരവധി ജീവനുകൾ അപ്രകാരം ഞങ്ങളുടെ വൈക്കത്ത് നിന്ന് നഷ്ടമാകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കാർഡിയോളജി സംവിധാനം ഞങ്ങളുടെ ആശുപത്രിക്ക് സജ്ജമാക്കി തരണമെന്ന വൈക്കംകാരുടെ വിനീതമായ അഭ്യർത്ഥന ഞാൻ ഈ സഭയ്ക്ക് മുൻപാകെ, ഗവൺമെൻറ് മുൻപാകെ വയ്ക്കുകയാണ് സാർ. സാർ, ഒപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ. എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം അവറുകൾ രാജ്യസഭ MP ആയിരുന്ന സമയത്ത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു CSR ഫണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഞങ്ങളുടെ വൈക്കം താലൂക്ക് ആശുപത്രിക്ക് ലഭ്യമായിരുന്നു. സാർ, 68,28,000 രൂപയാണ് അവർ CSR ഫണ്ടിലൂടെ ഞങ്ങൾക്ക് തന്നത്. ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ സോളാർ സിസ്റ്റം, അതിൻ്റെ ഒരു പ്ലാന്റ്, സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും കഴിഞ്ഞ 1-2 മാസക്കാലമായി വൈക്കം താലൂക്ക് ആശുപത്രിയിലെ കറണ്ട് ചാർജ്, സാർ ഇതിന് മുൻപ് 2.5 ലക്ഷത്തിൽ പരം രൂപ കറണ്ട് ചാർജ് ഇനത്തിൽ വൈക്കം മുനിസിപ്പാലിറ്റി ആശുപത്രിക്ക് വേണ്ടി അടച്ചിരുന്നുവെങ്കിൽ ഈ 2 മാസക്കാലമായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ, 1 ലക്ഷത്തിൽ താഴെയായി ഞങ്ങളുടെ കറണ്ട് ചാർജ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ആശുപത്രി പൂർണ്ണമായും, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുണ്ട്, ഞങ്ങൾ വൈദ്യുതി വകുപ്പിൻ്റെ ഗ്രിഡിലേക്ക് ഞങ്ങളുടെ സോളാർ സിസ്റ്റം വഴി, പ്ലാന്റ് വഴി സജ്ജീകരിക്കുന്ന കറണ്ട് തന്ന് ഞങ്ങൾക്ക് 1.5 ലക്ഷത്തിൽ പരം രൂപ ഇപ്പോൾ കറണ്ട് ചാർജ് ഇനത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. സാറ്, എനിക്ക് ഈ 2 കാര്യം കൂടി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് സാറേ. ഈ കോവിഡാനന്തര മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒരു ഇടപെടലിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് സാർ. ഈ കോവിഡിന് ശേഷം ഹാർട്ട് പേഷ്യൻ്റ് വർദ്ധിക്കുകയും ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പലപ്പോഴും 30 വയസ്സിനും 55 വയസ്സിനും അല്ലെങ്കിൽ 60 വയസ്സ് പ്രായമുള്ളവരാണ് ഇപ്പോൾ കൂടുതൽ. അത് പല കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ അവരുടെ മരണകാരണം ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുമ്പോൾ അറിയുന്നൊരു കാര്യം കോവിഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. കഠിനമായ എക്സർസൈസ് ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള മരണം സംഭവിക്കുന്നുണ്ട്. സാർ, ഇതൊക്കെ നമ്മൾ വളരെ ആശങ്കപ്പെടുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ളൊരു സാഹചര്യമില്ല എങ്കിൽ രോഗി മരണപ്പെടുകയാണ് സാർ ചെയ്യുന്നത്. നമുക്ക് CPR കൊടുക്കുന്നതിനുള്ളൊരു ട്രെയിനിങ് എനിക്ക് സത്യത്തിൽ എനിക്കറിയില്ല. CPR കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണാൽ അടിയന്തരമായി കൊടുക്കേണ്ട ആ ഒരു ഗോൾഡൻ മൊമെൻറ്റിൽ കൊടുക്കേണ്ട CPR കൊടുക്കുവാൻ അറിയാൻ വയ്യാതെ വരുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ മരണങ്ങൾ സംഭവിക്കുന്നു സാർ. നമുക്കത് തീർച്ചയായും എല്ലാവരിലേക്കും, അത് ഏത് മുഖേനയും, ഇപ്പം കുടുംബശ്രീ വഴിയാകാം, റെസിഡൻസ് അസോസിയേഷൻ വഴിയാകാം, കുട്ടികളുടെ പാഠ്യഭാഗത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാവാം, അങ്ങനെ എല്ലാ തലങ്ങളിലും, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുന്നവർക്ക്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈസൻസ് എടുക്കാൻ ചെല്ലുന്നവർക്കൊക്കെ ഇത് നിർബന്ധമാക്കിക്കൊണ്ട് CPR കൊടുക്കാനുള്ള ഒരു നിർബന്ധമായ ഒരു അറിവ് പൊതുജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു മുൻകൈ എടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സാർ. മറ്റൊരു കാര്യം എനിക്ക് ഗവൺമെൻറ്റിന് മുന്നിൽ പറയാനുള്ളത്, ബ്രെയിൻ ഡെത്ത് ബാധിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തിലൂടെ മരണപ്പെടുന്ന ഒട്ടേറെ പേരുണ്ട്. അവരുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. തീവ്രമായ ഒരു മകനോ മകളോ അല്ലെങ്കിൽ ഭർത്താവോ സഹോദരനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുന്ന ആ സമയത്ത് പോലും അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനെടുക്കുന്ന, ആ കുടുംബം എടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു വാക്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് അത് അംഗീകരിക്കാൻ, നമ്മുടെയൊക്കെ മനസ്സിനെ അംഗീകരിപ്പിക്കാൻ പോലും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ കുടുംബം അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എത്ര ജീവനുകളാണ് അവിടെ രക്ഷപ്പെടുന്നത് സാർ. അപ്പോൾ തീർച്ചയായും ഞാൻ ഗവൺമെൻറ് മുൻപിലൊരു ആവശ്യമായി അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയായി
എനിക്ക് പറയുവാനുള്ളത്, ബ്രെയിൻ ഡെത്ത് ബാധിച്ച് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന അവരുടെ ശരീരം അതിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതോടുകൂടി ആദരവോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ആദരവോടുകൂടി അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എടുക്കുകയും അത് ആ കുടുംബത്തിന് കിട്ടുന്നൊരു ആശ്വാസവും അവർ ആ ചെയ്ത പ്രവൃത്തിക്കുള്ള ഒരു അംഗീകാരവുമാണ്. കൂടുതൽ പേർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിനും കൂടി അത് സഹായകരമാകുകയും കൂടുതൽ ജീവനുകൾ നമുക്ക് അതിലൂടെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാരണവുമായി മാറും. തീർച്ചയായും അത്തരത്തിലുള്ളൊരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇതോടൊപ്പം മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം മാറിയത് ആ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവിനെയാണ് സർ സൂചിപ്പിക്കുന്നത്. സാർ, ഒപ്പം തന്നെ പറയാതെ തരമില്ല സാർ, രാജ്യത്തെ കോർപ്പറേറ്റ് ശക്തികൾക്ക് അടിയറ വെക്കുന്നതിൻ്റെ പല പ്രശ്നങ്ങളും ഇന്ന് രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, രാജ്യത്തെ ബാങ്കിങ് മേഖല, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖല, സൈന്യം, റെയിൽവേ, എയർപോർട്ട് എന്നുവേണ്ട സകലതും കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സാർ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭൂമിയും കടലും എല്ലാം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ നമുക്കറിയാം, മണിപ്പൂരിൽ നടക്കുന്ന കലാപം കേവലം മേത്തി കുക്കി കലാപമായി മാത്രം കാണേണ്ടതല്ല. അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ മണിപ്പൂരിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും നമ്മൾ കാണേണ്ടത്. ഒപ്പം തന്നെയാണ് സാർ ഇവിടെ ഇപ്പോൾ കടലിലെ ഖനനം, കടൽ മേഖലയിലെ തീരക്കടലിലെയും അതുപോലെ തന്നെ ആഴക്കടലിലെയും ഖനനത്തെ സംബന്ധിച്ച് ഇവിടെ പറയേണ്ടായി. അപ്പോൾ ഭൂമിയും ആകാശം പിന്നെ പണ്ടേ പോയി 2G സ്പെക്ട്രത്തിലൂടെ UPA സർക്കാരിൻ്റെ സമയത്ത് പണ്ടേ അത് അഴിമതി നടത്തി വിൽപ്പന നടത്തിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള കരയും കടലും കൂടി ഇപ്പോൾ തുടർന്ന് വന്നിട്ടുള്ള BJP സർക്കാർ ഇന്ന് കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ടുപോകുവാൻ സാധിക്കില്ല സാർ. അത് തീർച്ചയായും കേരളത്തിൻ്റെ തീരദേശം ഉൾപ്പെടുന്ന കടൽ കൊള്ളയ്ക്ക് കേന്ദ്രം നടത്തുന്ന ഈ ഒത്താശയ്ക്ക് കേരളം ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ സമരങ്ങൾ നടത്തുകയും അതിൽ നിന്ന് ആ കോർപ്പറേറ്റുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മത്സ്യ മേഖലയിലെ മത്സ്യസമ്പത്ത്, അതോടൊപ്പം തന്നെ അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തൊഴിലാളികളുടെ ജീവനോപാധിയും സംരക്ഷിക്കുക എന്ന തരത്തിലെല്ലാം തന്നെ നമുക്ക് കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ട ഒരു വിഷയമാണ് സാർ. അത്തരത്തിൽ സംസ്ഥാനം അതല്ലാത്ത പക്ഷം സംസ്ഥാനത്ത് അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാന പ്രശ്നം. സാർ, കടൽ ഖനനം ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യയാണ് സുനാമിയുടെ പ്രഭവ കേന്ദ്രമായി വർത്തിച്ചത് എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചുകൂടാ. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ഈ തീരക്കടൽ, ആഴക്കടൽ, സമുദ്ര ഖനനം നിർത്തിവെക്കുന്നതിന് വേണ്ട ഇടപെടൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പ്രമേയം ഉൾപ്പെടെയുള്ളവ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തിന്റെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം സാർ. KSRTCയെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ല ബഹുമാനായ മന്ത്രി. ആ വകുപ്പിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുന്ന KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഉൾപ്പെടെ അദ്ദേഹം ആ വകുപ്പിൽ നടത്തുന്ന ഇടപെടലുകൾ ഏറ്റവും മാതൃകാപരമാണ്. KSRTC ലാഭകരമായി മുന്നോട്ട് വരുന്നതിനുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു സാർ. നന്ദി.